ഹലോ, ഒന്ന് ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ അമ്മായിൻ്റെ വീട് വരുന്നു. അമ്മായിൻ്റെ വീട് കോട്ടയ്ക്കാണ്. അപ്പൊ അമ്മായി ഒന്നും ഇങ്ങനെ ഇങ്ങോട്ട് വരിക എന്നല്ലാതെ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അമ്മയിട്ട് ഇങ്ങനെ പോവാന്നല്ലാതെ ഞങ്ങളൊന്നും ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മായിയുടെ പരാജയം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കോട്ടയ്ക്ക് വരെ പോകും. ഞങ്ങളെല്ലാവരും ബസ്സിനാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ ഒരു ഏകദേശം 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ വെള്ളമൊക്കെ കുടിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഓല് ഞങ്ങൾക്ക് ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒരു 8 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അമ്മായിക്ക് അറിയായിരുന്നു ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തുമ്പോൾ എന്തായാലും വിശന്നിട്ടുണ്ടാവുന്നു. പിന്നെ ഉച്ചവരെ കാത്തുക്കാല ക്ഷമ ഉണ്ടാവില്ല എന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മായി നേരത്തെ തന്നെ പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മാളിക്കുന്ത വീട്ടിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എൻ്റെ അമ്മേൻ്റെ നാത്തൂനും അനിയത്തിയും മക്കളും പിന്നെ എൻ്റെ അലനല്ലൂരിലുള്ള ഒരു അമ്മായിയുടെ മോളുമാണ് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബീഫ് ബിരിയാണി, പിന്നെ ചിക്കൻ പൊരിച്ചതും സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായി. ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് സനമോളിറ്റി വന്നിനെ വിളിച്ചും കൊണ്ട് പോയത്. അവിടെ പുറത്ത് മൾബറിയുടെ മരമുണ്ട്. അപ്പൊ നമുക്ക് മൾബറി ഇറക്കാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഇച്ചുകൂട്ടി ആ മരത്തുമ്മ കയറിയിട്ട് ഞങ്ങൾക്ക് നല്ല മൾബറിയൊക്കെ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉണ്ടായിരുന്നു. അതിന് നല്ല വലിയ മൾബറി. പിന്നെ ഞങ്ങൾ ഒരു 3 മണിയായപ്പോഴേക്കും അവിടുന്ന് തിരിച്ചു പോരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പോരാൻ ഒരുങ്ങിയപ്പോഴേക്കും അമ്മായി ഇത് നല്ല കൽത്തപ്പവും നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് ഞങ്ങൾ എല്ലാവരും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ അത് അമ്മായിയുടെ വീട് കുറച്ച് ഉള്ളേരിക്ക ആയതുകൊണ്ട് തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് വഴി അറിയാത്തത് കൊണ്ട് അമ്മായി ഞങ്ങളുടെ കൂടെ പോകുന്നിട്ടുണ്ട്. അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് ഈ കൂടെയൊക്കെ കുറുക്ക് വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല കാട്ടുമുക്ക് കൂടെ ഞങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ടായി. ഈ ഒരു വീഡിയോ ഒക്കെ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോഴേ എനിക്ക് പനി പിടിച്ചിരിക്കുന്ന ടൈമിലാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ കോട്ടക്കന്ന് ബസ് കയറി പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ വന്നപ്പോൾ നല്ല പുടുത്തം വിട്ട മഴ ഇടിയും കാറ്റും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പെരിന്തൽമണ്ണന്ന് തിരുവാങ്കുന്നേക്കുള്ള ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ കറണ്ടും ഇല്ലായിരുന്നു. ഇടിയും മഴയും കാരണം കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു തട്ടിക്കൂട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നീച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല കാറ്റടിച്ചത് കൊണ്ടേ ഞങ്ങൾ കവുങ്ങ 2 വാഴയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മായിനെ അതൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.